ആയത്തുള്ള അലി ഖമനയുടെ ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിലുണ്ടായ മരണത്തെക്കുറിച്ച് ഇന്ത്യ ഒന്നും ഇതുവരെ കാര്യമായി പ്രതികരിച്ചിട്ടില്ല എന്നുള്ള വിലാപം ഇന്ത്യയിൽ നിന്നുള്ള ചില നേതാക്കന്മാർ ഉയർത്തുന്നുണ്ട്. ഒന്ന്, അന്തർദേശീയമായി ഒരു നയം രൂപീകരിക്കുമ്പോൾ ഇന്ത്യയുടെ നന്മ ഏതാണോ അതിനാണ് മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ട് ഇറാനിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന സർക്കാർ ഏതാണ് എന്നൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ഇന്ത്യ ഇക്കാര്യങ്ങൾ ചെയ്യാനായിട്ട്. മാത്രമല്ല, ഈ അലി ഖമനേയി എന്ന് പറയുന്ന കക്ഷി 1980-കളിൽ കാശ്മീരിൽ വരികയും അവിടെ തീവ്രവാദത്തിന് വിത്ത് പാകുകയും ചെയ്ത ആളാണ്. ശ്രീനഗറിൽ എത്തി ശ്രീനഗർ സ്വതന്ത്രമാകണമെന്നും അതൊരു സ്വതന്ത്ര രാഷ്ട്രമാണെന്നും ഇന്ത്യയുടെ അടിമത്തത്തിൽ കഴിയുകയാണെന്നും എല്ലാം തീവ്രവാദം പ്രചരിപ്പിച്ച ഒരു ആളാണ് ആയത്തുള്ള അലി ഖമേനി. അതിൻ്റെ പടം വരെ ലഭ്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത് ഒരു കാര്യമുള്ളത്, പൊളിറ്റിക്കൽ ഇസ്ലാം. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം മതരാഷ്ട്രം അത് മാത്രമേ ഉള്ളൂ, ശരീഅത്ത് നിയമങ്ങൾ മാത്രമേ നടപ്പാകാവൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ്. അങ്ങനെയുള്ളൊരു വിഭാഗത്തെ ഒരു കാരണവശാലും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധ്യമല്ല എന്നത് തന്നെയാണ് ഒരു പ്രധാന കാരണം. മാത്രമല്ല, ഇസ്രായേൽ പോലുള്ള രാഷ്ട്രങ്ങളെ, ജൂത രാഷ്ട്രത്തെ നിലനിൽക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ആയത്തുള്ള അലി ഖമേനിയും പറഞ്ഞുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 40 വർഷമായി അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിന് അണ്വായുധം ലഭിച്ചാൽ എന്തു ചെയ്യും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഒരാൾ പറയുകയാണ് നമ്മുടെ അടുത്ത് നിന്ന്, എൻ്റെ കയ്യിൽ ഒരു ആയുധം ലഭിച്ചാൽ ഉടനെ ഞാൻ ഇയാളെ കൊന്നുകളയും എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ കയ്യിൽ ആ ആയുധം ലഭിക്കാതിരിക്കാൻ നമ്മൾ എല്ലാ ശ്രമവും നടത്തും. അതുതന്നെയാണ് ഇസ്രായേൽ ചെയ്യുന്നത്, അതുതന്നെയാണ് അമേരിക്കയും ചെയ്യുന്നത്. കാരണം ഇവരെ രണ്ടുപേരെയും ആക്രമിക്കും എന്നുള്ളതാണ് ഇറാൻ്റെ ലക്ഷ്യമായിരുന്നത് പ്രധാനമായിട്ടും. അതിനുശേഷം മറ്റ് ആക്രമണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ പ്രധാനമായിട്ടും ഇസ്രായേലും അമേരിക്കയും തന്നെയാണ്. അങ്ങനെ സ്വതന്ത്രമായി അവർക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ അത് ഇറാനിൽ അണ്വായുധം ഇല്ലാതിരിക്കണം എന്നുള്ളത് ഒരു ആവശ്യം തന്നെയാണ്. ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ യുദ്ധം ചെയ്തില്ല എങ്കിൽ, ഇസ്രായേൽ ആയുധം താഴ്ത്തു വെച്ചാൽ ഇസ്രായേൽ ഉണ്ടാകുകയില്ല. പക്ഷേ ഇറാനും അതുപോലുള്ള സംഘടനകളും മറ്റ് സംഘടനകളും, ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് സംഘടനകളും ആയുധം താഴ്ത്തു വെച്ചാൽ യുദ്ധമില്ലാതാകും എന്നാണ് വ്യത്യാസം. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അലി ഖമേനിയെ കൊല്ലപ്പെട്ടതിൽ ഇന്ത്യ തീവ്ര ദുഃഖം രേഖപ്പെടുത്തുകയും അത് നടത്തിയവർക്കെതിരെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് തീർത്തും തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ തീവ്രവാദ ചിന്താഗതിയുള്ള ഒരു മതനേതാവായിരുന്നു ആയത്തുള്ള അലി ഖമേനി. ഇന്ത്യക്കെതിരെ പലപ്പോഴും എന്നല്ല എല്ലായ്പ്പോഴും യുണൈറ്റഡ് നേഷൻസിലും മറ്റും പാകിസ്ഥാന് വേണ്ടി സംസാരിച്ചിരുന്ന ഒരു വിഭാഗമാണ് ഈ വിഭാഗം. അതുകൊണ്ട് അവർ മാറി അവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലാത്ത ഒരു സാധാരണ ഭരണകൂടം വരണമെന്നത് ഇന്ത്യക്കും നല്ലതാണ് എന്നേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുമാത്രമല്ല, ആ വിധത്തിലാണോ പോകുന്നത് എന്നും നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇതിനിടയിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യയെ സാങ്ഷനിൽ നിന്ന് ഒഴിവാക്കിയ അമേരിക്കൻ നടപടി അത് വളരെ ശ്ലാഘിക്കപ്പെടുന്നു. കാരണം അതോടുകൂടി ഇന്ത്യയുടെ ഉള്ളിൽ എണ്ണവില പിടിച്ചു നിർത്തുന്നതിന് ഇന്ത്യക്ക് സാധ്യമാവും. ധാരാളം റഷ്യൻ എണ്ണ ഇന്ത്യക്ക് വാങ്ങാനുമാകും. ഇതും വളരെ നല്ല കാര്യമാണ്. അതുമൂലം ഇന്ത്യൻ ഓഹരികളിലുണ്ടായ ഉണർവും വളരെ കൃത്യമാണ്. അപ്പോൾ പലരും വിചാരിക്കുന്നത് പോലെ അതാത് നിമിഷം വികാരത്തള്ളലാൽ പ്രഖ്യാപിക്കേണ്ട ഒന്നല്ല വിദേശ നയം. അത് ഇന്ത്യയുടെ വളരെ ദീർഘമായിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിക്കേണ്ട ഒന്നാണ്. അങ്ങനെ ബുദ്ധിശൂന്യതയിൽ പ്രവർത്തിക്കേണ്ട ഒന്നല്ല രാഷ്ട്രം. അതുതന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ചെയ്യുന്നതും. വളരെ ആലോചിച്ച് ഇന്ത്യയുടെ നയങ്ങൾക്ക് അനുസൃതമായി, ഇന്ത്യയുടെ നന്മയ്ക്ക് അനുസൃതമായാണ് ഇന്ത്യൻ സർക്കാർ ഇക്കാര്യത്തിൽ നടപടി എടുത്തിരിക്കുന്നത് എന്ന് കാണാവുന്നതാണ്.